നമസ്കാരം. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലുമെല്ലാം CPM-ന്റെ പ്രവർത്തകരും CPI-യുടെ പ്രവർത്തകരും കൂട്ടത്തോടെ BJP-യിൽ ചേർന്നിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ത്രിപുരയിൽ BJP അധികാരത്തിലെത്തുകയും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ സംഘടനയായിട്ട് BJP-ക്ക് മാറാനും സാധിച്ചു. CPM പശ്ചിമ ബംഗാൾ ഒരുപാട് വർഷങ്ങൾ ഭരിച്ചതാണ്. ആ ഭരണത്തിന് ശേഷമാണ് അവരെ മറിച്ചിട്ടുകൊണ്ട് മമതാ ബാനർജി ഒരു വലിയ സംവിധാനത്തിലേക്ക് അധികാരം പിടിച്ചെടുത്തത്. അധികാരം പിടിച്ചെടുത്ത സമയം മുതൽക്ക് തന്നെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാം അവർ ആദ്യ രീതിയിൽ അല്ലെങ്കിൽ അവർ ഭരിച്ചിരുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസ്സുകാരെ ഏത് രീതിയിലാണ് ഉപദ്രവിച്ചിരുന്നത് അതിന്റെ ഇരട്ടിയായിട്ട് ഒരു മധുര പ്രതികാരം എന്നുള്ള രീതിയിലേക്കൊക്കെയായിരുന്നു മമതാ ബാനർജിയുടെ ഗുണ്ടകൾ ഈ പറയുന്ന CPM-ന്റെ അതോടൊപ്പം തന്നെ CPI-യുടെയും കാര്യകർത്താക്കളെയും പ്രവർത്തകരെയും എല്ലാം നിരന്തരമായിട്ട് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഒരു സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സംരക്ഷണ കവചത്തിനായിട്ട് യഥാർത്ഥത്തിൽ നിലനിന്നത് BJP-ആണ്. അതുകൊണ്ട് CPM-ൽ നിന്നും CPI-ൽ നിന്നൊക്കെ പ്രവർത്തകർ BJP-യിലേക്ക് വരുമ്പോൾ പാർട്ടി ഓഫീസ് സഹിതം BJP എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു കാര്യമായിരുന്നു. അത് ഇപ്പോൾ കേരളത്തിലും ഉണ്ടായിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായത് CPM-ന്റെ പ്രവർത്തകർ BJP-യിൽ ചേരുന്നതോടൊപ്പം തന്നെ അവർ ഏത് ഓഫീസിനെ കേന്ദ്രീകരിച്ചാണോ പ്രവർത്തിച്ചിരുന്നത് ആ CPM ഓഫീസ് BJP ഓഫീസായിട്ട് മാറുന്ന കാഴ്ചയാണ്. ഇതിന് സമാനമായിട്ടുള്ള അവസ്ഥ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് മുന്നോടിയായിട്ട് നമ്മുടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ചേലക്കരയിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര പഞ്ചായത്തിലാണ് CPI-യുടെ നിരവധി പ്രവർത്തകർ BJP-യിൽ കഴിഞ്ഞ ദിവസം അംഗത്വമെടുത്ത് മുന്നോട്ട് വന്നത്. ഇതിനോടൊപ്പം തന്നെ അവർ ഏത് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടാണോ ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത് ആ CPI-യുടെ ഓഫീസ് ഇനി മുതൽ BJP-യുടെ ഓഫീസായിട്ട് പ്രവർത്തന രംഗത്തേക്ക് ആയി മാറും എന്നുള്ള ഒരു വിഷയം തന്നെയാണ് BJP-യുടെ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം പരസ്യമായിട്ട് ഈ വിഷയം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിരന്തരമായിട്ട് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും എല്ലാം ഉണ്ടായി അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ അകപ്പെട്ടിട്ടുള്ള BJP-യുടെയും CPM-ന്റെയും പ്രവർത്തകരൊക്കെ ലയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ആശയ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ച വഴി അത് വലിയ തരത്തിൽ നേതാക്കന്മാരുടെ ഒരു പോഷകാഹാരത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടാണ് CPI പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ആളുകൾ ഈ BJP-യിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. വലിയ സംവിധാനം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI. കേരളത്തിലാണെങ്കിലും രാജ്യത്തിന്റെ പല മേഖലയിലാണ്. ഇപ്പോൾ അയോധ്യ പോലും ഇരുന്നിരുന്ന ഫൈസലാബാദ് പോലെയുള്ള പ്രദേശം ആ ഒരു പാർലമെന്റ് മണ്ഡലം പോലും CPI-യുടേതായിരുന്നു 1974 വരെ. അപ്പോൾ അത്രക്ക് വലിയ തരത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും സ്വാധീനമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPI. ഇപ്പോ CPI-യുടെ ഈ ഉത്തർപ്രദേശിലെയും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലും രാജ്യത്തുടനീളമുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ദയനീയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത് കേരളത്തിലാണെങ്കിലും ഇതേ സ്ഥിതി തന്നെയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട 2 സീറ്റുകളാണ്, ഒന്ന് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ആ CPI-നെ സംബന്ധിച്ച് CPI-യുടെ പ്രമുഖനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിച്ചത്. സുരേഷ് ഗോപി എതിരാളിയായിരുന്നു. പക്ഷെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഏതെല്ലാം തരത്തിലുള്ള നിഷേധാത്മകമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ പറയുന്ന CPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞതെന്നുള്ളത് ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെട്ടതാണ്. ഇത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് പോലും ഇടയിൽ ഒരു രീതിയിലും ഭക്തജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് തൃശ്ശൂർ പൂരം കാണാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഉപയോഗിച്ച് ചെയ്യുക. തന്റെ പഞ്ചായത്ത് താനെല്ലാം പ്രവർത്തിക്കുന്ന അന്തിക്കാട് പോലെയുള്ള പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ പോലും നിരന്തരമായിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തടയിടുന്ന പോലെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾക്ക് സമാനമായിട്ട് ഒരിക്കലും വികസനം അവിടെ വരാൻ പാടില്ല. വികസനം വന്നു കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങൾ തകർക്കപ്പെടും. തങ്ങളുടെ ആശയത്തിന് ദാരിദ്ര്യം സംഭവിക്കും. തങ്ങളുടെ ആശയത്തിന്റെ മൂല്യച്യുതി നഷ്ടപ്പെടും. തങ്ങളുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങൾ വികസന മുരടിപ്പിൽ എന്നും അന്നും പാർട്ടികൾ അല്ലെങ്കിൽ പാർട്ടി അണികൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ വലിയ തരത്തിൽ തങ്ങളുടെ സംവിധാനം
അവിടെ എന്നും നിലനിൽക്കണം. അപ്പോൾ ആ ഒരു സംവിധാനത്തിന് ദോഷമുണ്ടാകുന്ന തരത്തിൽ ഒരു വികസനവും വരണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് അന്തിക്കാട് പോലെയുള്ള മോസ്കോ, കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ മോസ്കോ എന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, ഈ തലമുറയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഇതെല്ലാം കണ്ടു മനസ്സിലാക്കുന്നുണ്ട്. ഒരു 18 വയസ്സുള്ള ഒരു ആദ്യ വോട്ടറെ സംബന്ധിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ തന്റെ സ്വന്തം പഞ്ചായത്തിൽ, തന്റെ സ്വന്തം നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എന്ത് വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വികസനത്തിന്റെ കുതിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് മാത്രം അല്ലെങ്കിൽ കൊച്ചു സംസ്ഥാനത്ത് മാത്രം എന്തുകൊണ്ട് വികസനം എന്ന് പറയുന്നത് അന്യം നിന്ന് നിൽക്കുന്നു എന്നൊക്കെ നോക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് പ്രതീക്ഷ നൽകുന്ന നേതാവ് ആരാണോ, സ്ഥാനാർത്ഥി ആരാണോ, അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി വോട്ട് ചെയ്തു. 16 ബൂത്തുകളുള്ള അന്തിക്കാട് പഞ്ചായത്തിൽ 15 ബൂത്തുകളിലും സുരേഷ് ഗോപി 1ാം സ്ഥാനത്ത് ലീഡ് ചെയ്തു എന്നുള്ളതാണ് ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുത. രണ്ടാമത്തെ കാര്യം, VS സുനിൽകുമാർ എന്ന് പറയുന്ന LDFന്റെ സ്ഥാനാർത്ഥി 11 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും മുന്നിട്ട് നിന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, എത്രത്തോളം വലിയ രീതിയിൽ കടന്നുകയറ്റം അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാധീനം BJP നേടിയെടുത്തു എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം. നിലവിൽ നാട്ടികയിൽ CPIയുടെ സീറ്റാണ് നാട്ടികയിൽ പോലും ആ നിയമസഭാ മണ്ഡലത്തിൽ 14,000-ന് മുകളിൽ വോട്ടുകൾക്കാണ് BJP ലീഡ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ തൃശ്ശൂർ ജില്ലയിലെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിവേര് തകർന്നു പോകുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ പോലും നിരവധി CPIക്കാർ തങ്ങൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസുകളടക്കം BJPയുടെ ഓഫീസാക്കി മാറ്റിക്കൊണ്ട് BJPയിൽ മെമ്പർഷിപ്പ് ഇടുന്ന അവസ്ഥ. 50 ലക്ഷം മെമ്പർഷിപ്പാണ് കേരളത്തിൽ ഈ പ്രാവശ്യം BJP മുന്നോട്ട് വെക്കുന്നത്. 50 ലക്ഷം മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ്. അപ്പൊ അതിന്റെ പ്രവർത്തന കാര്യങ്ങൾ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം വലിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖല വലിയ രീതിയിൽ ശക്തമാക്കുക എന്നുള്ള നിലപാട് അത് കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് BJP. അപ്പൊ നിരന്തരമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുകയാണ്, നമ്മുടെ ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള അണികൾ ഒരു ഭരണ സംവിധാനവും കേരളത്തിലില്ലാത്ത BJPയിലേക്ക് അണിചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ വ്യക്തമാണ് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള തർക്കമില്ല. BJP 20% വോട്ടുകൾ എന്നുള്ള ഒരു മാന്ത്രിക സംഖ്യ എന്ന് തന്നെ പറയാം. ഒരു മുന്നേറ്റത്തിലേക്ക് പോകേണ്ട ഒരു മാന്ത്രിക ശതമാനമാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്ത് 20% വോട്ടുകൾ നേടുക എന്നുള്ളത്. തമിഴ്നാട്ടിൽ പോലും BJP 3% നിന്ന് 11%ലേക്കാണ് ഉയർന്നത്. കേരളത്തിൽ BJP അത് 20%ലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തിരിച്ചുവരവ് അല്ലെങ്കിൽ വലിയ ഒരു മുന്നേറ്റം വരും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഇടതുപക്ഷ സംഘടനകളുടെ അടക്കം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇത്രയും കാലം പിന്തുണച്ച വിട്ട് ഈഴവ സമൂഹത്തിന്റെ അടക്കം കൃത്യമായിട്ടുള്ള പിന്തുണയാണെന്നുള്ളതിൽ തർക്കമില്ല. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പിന്തുണ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം ഇത് വലിയ തരത്തിലുള്ള ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇടയിൽ ശക്തമായിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിൽ ഒരു രീതിയിലുമുള്ള സംശയമില്ല. അപ്പോൾ അത് BJP കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മണ്ഡലത്തിലെ മുള്ളൂർക്കര പഞ്ചായത്തിൽ CPI ഓഫീസ് പോലും BJPയുടെ ആകുന്ന തരത്തിലേക്ക് നിരവധി CPIക്കാരാണ് ഇപ്പൊ BJPയിൽ ചേർന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. വിപില ഫാസ്റ്റ്.